أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദുന ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു സൂറ നസ്റിൻ്റെ തഫ്സീറിൽ മുൻ സൂറത്തായ സൂറ കാഫിറൂനുമായി ഈ സൂറത്തിൻ്റെ ബന്ധം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. സൂറ കാഫിറൂനിൽ അള്ളാഹു പ്രവാചകനോടും സഹാബാക്കളോടും കൽപ്പിച്ചിരുന്നത്, നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ സാധിക്കുകയില്ല, അവിടെ ആരാധന മാർഗങ്ങൾ അവലംബിക്കാൻ സാധിക്കുകയില്ല. അപ്രകാരം തന്നെ അവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവരും അവരുടെ ആരാധന രീതികൾ ഉപേക്ഷിക്കുന്നവരല്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഈ സൂറത്തിൽ സൂറ നസ്റിൽ അള്ളാഹു പറയുന്നത്, കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഇസ്ലാമിന് വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പ്രവാചകനും സഹാബാക്കളും പിൻപറ്റിയ ആരാധന മാർഗത്തിൻ്റെ ഫലമായി അള്ളാഹു ഇത്രമാത്രം വിജയങ്ങൾ നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമില്ലാത്ത അവിശ്വാസികളുടെ മാർഗങ്ങളെ എങ്ങനെയാണ് അവർക്ക് പിൻപറ്റാൻ സാധിക്കുക? അപ്രകാരം തന്നെ അവിശ്വാസികൾ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന വിജയങ്ങൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ശിർക്കിനോടുള്ള ബന്ധം ഉണ്ടെങ്കിലും അവരുടെ മനസ്സാക്ഷി അവരെ ഇസ്ലാമിലേക്ക് ചേരാൻ നിർബന്ധിക്കുന്നതാണ്. അപ്രകാരം അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ സൂറ നസ്റിന് സൂറ കാഫിറൂനിലെ അവസാന ആയത്തുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അവസാന ആയത്തിൽ പറയുന്നത് ലഖും ദീനുക്കും വലിയ ദീൻ. ഇവിടെ പറയുന്നത് അവിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് വിജയമായി നിങ്ങൾ കണക്കാക്കുന്നത് നിങ്ങളുടെ മതത്തിൽ നിന്നും ആരെങ്കിലും വേർപെട്ടു പോവുകയാണെങ്കിൽ അവരെ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ച് തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം അതിനെ വിജയമായി മനസ്സിലാക്കുന്നില്ല, മറിച്ച് അതിനെ പരാജയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൻ്റെ വീക്ഷണമനുസരിച്ചു കൊണ്ടുള്ള വിജയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങളെയും ബുദ്ധിയെയും സ്വാധീനിക്കുക, ജയിച്ചടക്കുക എന്നുള്ളതാണ്. ഒരു ബുദ്ധിമാനായ വ്യക്തി ഈ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ആയുധങ്ങൾക്ക് പകരമായിക്കൊണ്ട് തെളിവുകളെ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. മതം സ്വീകരിക്കുന്ന കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതാണ്. അവിശ്വാസികൾ അവരുടെ ആയുധം ഉപയോഗിക്കുമ്പോൾ മുസ്ലിങ്ങൾ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും തെളിവുകളുടെയും ആയുധമാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ സൂറ കാഫിറൂനിലെ അവസാന ആയത്തിൽ വിജയത്തെക്കുറിച്ചിട്ടുള്ള അവിശ്വാസികളുടെയും മുസ്ലിങ്ങളുടെയും വീക്ഷണത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ 70 ദിവസം മുൻപാണ് അവതരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ അവതരണത്തോടുകൂടി അള്ളാഹു പ്രവാചകൻ്റെ വഫാത്തിനെ കുറിച്ചുള്ള അറിവ് നൽകിയിരുന്നു. സ്വാഭാവികമായും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബന്ധുമിത്രാദികളെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചുമുള്ള ചിന്തയായിരിക്കും ഉണ്ടാകാറുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ രക്തബന്ധുക്കളെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഉണ്ടാകേണ്ട ആവശ്യമില്ലായിരുന്നു. ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഒരു പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം സാധാരണയായി ആ സമൂഹം ഭയന്നു പോകാറുണ്ട്. ആ സമയത്താണ് പ്രവാചകൻ്റെ വിയോഗമുണ്ടായത് എന്നവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. പ്രവാചകൻ്റെ ശത്രുക്കളും മരണത്തോടുകൂടി ഈ പ്രസ്ഥാനം ഇല്ലാതായി എന്ന് കരുതുന്നു. അള്ളാഹു ഈ സൂറത്തിൽ പ്രവാചകനെ സമാശ്വസിപ്പിക്കുന്നത് അങ്ങയുടെ കാലഘട്ടത്തിലുണ്ടായ വിജയങ്ങൾ അവസാനിക്കുകയില്ല, മറിച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങയുടെ വിയോഗത്തിന് ശേഷം മറ്റൊരു അസ്തിത്വം ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നതായിരിക്കും. ശത്രുക്കൾ കരുതിയിരുന്നത് പ്രവാചകൻ്റെ വിയോഗത്തോടുകൂടി ഈ പരമ്പര ഇല്ലാതാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇസ്ലാം ദിനം പ്രതി പുരോഗതി പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. സൂറ നസ്ർ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു സമാധാനിപ്പിക്കുകയും മറുഭാഗത്ത് അങ്ങയുടെ അനുചരന്മാർക്ക് ആശ്വാസം പകരുകയുമാണ് ചെയ്യുന്നത്. പ്രവാചകൻ്റെ വിയോഗത്തിൽ നിങ്ങൾ ഭയക്കരുത്. ഏതൊരു ദൈവമാണോ പ്രവാചകന് വിജയം നൽകിയത് ആ ദൈവം എന്നെന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷവും അവൻ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷകനായിരിക്കും. പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം സഹാബാക്കളെ അനാഥമായ അവസ്ഥയിൽ കണ്ടുകൊണ്ട് അവരെ കൂടുതൽ സഹായിക്കുന്നതായിരിക്കും. അവൻ്റെ സഹായത്തിൻ്റെ കവാടങ്ങൾ ഒരിക്കലും അടയ്ക്കപ്പെടുകയില്ല.
ഈ ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് ആളുകൾ കൂട്ടത്തോടുകൂടി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതാണ്. തൗഹീദിൻ്റെ പ്രകാശം മുഴു ലോകത്തും വ്യാപിക്കുന്നതായിരിക്കും. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഏത് രീതിയിലാണ് പൂർത്തിയായതെന്ന് ശത്രുക്കൾക്കും കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ഹദ്റത്ത് ഉമറിനെ പോലുള്ള സഹാബാക്കൾ പോലും ഭയന്നു നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം പോലും മനസ്സിലാക്കിയിരുന്നത് പ്രവാചകന്റെ വിയോഗം ആ സമയത്തായിരുന്നു എന്നുള്ളതാണ്. ഖിലാഫത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഖലീഫ തങ്ങളിൽ നിന്നാകണമെന്ന് മുഹാജിരീങ്ങളും അൻസാരിങ്ങളും വാദിച്ചു. പക്ഷേ ആ കുഴപ്പങ്ങളെയും ഫിത്നകളെയും ഹദ്റത്ത് അബൂബക്കറിനെ ഖലീഫയായി തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു ഇല്ലാതാക്കുകയും ദൂരീകരിക്കുകയും ചെയ്തു. അൻസാരികളും അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം പല അറബ് ഗോത്രങ്ങളും വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും സ്വയം ഭരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ ചില വ്യാജ നുബൂവത്തുവാദികളും മുന്നോട്ട് വന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചില ഗോത്രങ്ങൾ സകാത്ത് നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുദ്ധം മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവസാന സമയങ്ങളിൽ സെയ്ദ് ബിൻ ഹാരിസയെ വധിച്ചതിന് പകരമായി റോമക്കാരുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉസാമ ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഷാമിലേക്ക് അയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൽപ്പന നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സൈന്യം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പ്രവാചകന്റെ വഫാത്ത് ഉണ്ടാകുന്നു. ഈ അവസ്ഥകളെ തരണം ചെയ്യാൻ ഒരു ധൈര്യവാൻ പോലും ഭയപ്പെടുന്നതാണ്. എന്നാൽ അള്ളാഹു ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹൃദയത്തിൽ സമാധാനവും ആശ്വാസവും ഇറക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്നു. അവൻ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്നുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് സഹാബാക്കൾ അഭിപ്രായം പറഞ്ഞത് ഈ സമയത്ത് ഉസാമയുടെ സൈന്യത്തെ ഷാമിലേക്ക് അയക്കരുത്, ആദ്യം ഈ കുഴപ്പങ്ങളെല്ലാം ഇല്ലാതാക്കാം. പക്ഷേ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിനെ ശക്തമായി എതിർത്തു. അവിടുന്ന് പറഞ്ഞത് പ്രവാചകൻ തയ്യാറാക്കിയ ഒരു സൈന്യത്തെ എതിർക്കാൻ മാത്രം അബൂബക്കറിന് എന്ത് അവകാശമാണുള്ളത്? സൈന്യം തീർച്ചയായും പുറപ്പെടുന്നതാണ്. ശത്രുക്കൾ മദീനയെ ആക്രമിക്കുകയും നമ്മുടെ ശവശരീരങ്ങൾ വന്യമൃഗങ്ങൾ കടിച്ചുകൊണ്ടുപോയാലും ഈ സൈന്യം ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ്. ഹുസൂർ പറയുന്നു, ഇത്തരത്തിലുള്ള വാക്കുകൾ ഇസ്ലാമിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. ഇവിടെ ചിന്തിക്കേണ്ടത് ഹദ്റത്ത് അബൂബക്കറിന് ഈ ദൃഢതയും ധൈര്യവും എവിടെ നിന്നാണ് ലഭിച്ചത്? അത് അള്ളാഹു സ്വയം ഇറക്കിക്കൊടുത്ത അള്ളാഹുവിൻ്റെ സഹായമാകുന്നു. അള്ളാഹുവാണ് പ്രവാചകനെ സമാശ്വസിപ്പിച്ചത്. അങ്ങ് ഭയക്കരുത്, അങ്ങയുടെ വിയോഗത്തിന് ശേഷം ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ മലക്കുകൾ സഹായവുമായി ഇറങ്ങിക്കൊണ്ടിരിക്കും. എത്രത്തോളം എന്നാൽ ഇസ്ലാമിൻ്റെ പതാക ലോകത്ത് പാറിപ്പറക്കുന്നതായിരിക്കും. സഹാബാക്കൾ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസാമയുടെ സൈന്യത്തെ യാത്രയാക്കി. പിന്നീട് 40 ദിവസങ്ങൾക്ക് ശേഷം വിജയികളായിക്കൊണ്ട് ഈ സൈന്യം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായം വർഷിക്കുന്നത് അന്ന് എല്ലാ കണ്ണുകൾക്കും കാണാൻ സാധിക്കുകയുണ്ടായി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.